വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. യെസ്. അപ്പൊ സാറേ നമ്മൾ എന്തുകൊണ്ടാണ് വന്നത്? നമ്മളിത് വെയിറ്റേജ് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. എന്ത് വെയിറ്റേജ് ആണ്? നമ്മുടെ +2 മോഡൽ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് നമുക്ക് ചോദിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പബ്ലിക് എക്സാമിനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് നമ്മുടെ മാർക്കിന്റെ ആ ഒരു ഓരോ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 9 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മക്കൾ നോക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് 9-നല്ല 10 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. പക്ഷെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് 9 മാർക്കിനാണ്. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. റെഡി. അടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. തീർച്ചയായും ആ കുറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മോഡൽ എക്സാമിന് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ ഏതാണ് സാർ? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ ആണ്. എത്ര മാർക്കാണ്? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ വീണ്ടും മക്കളെ നോക്കണേ, 8 മാർക്കിന് നല്ല ചാപ്റ്റർ ആണ്. അടിപൊളി ചാപ്റ്റർ ആണ്. നല്ല ഡെറിവേഷൻ ഉള്ള ചാപ്റ്റർ ആണ്. പഠിച്ചോളാം. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ കുഞ്ഞു ചാപ്റ്റർ ആണ്. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അടുത്ത നമ്മുടെ കോംബോ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ എത്ര മാർക്കാണ്? എത്ര മാർക്ക്? 5 മാർക്കിന് ക്വസ്റ്റ്യൻസ്. കൂടെ തന്നെ നമ്മുടെ ചാപ്റ്റർ AC എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ആണ്. 7 മാർക്കിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അടുത്ത നമ്മുടെ ചാപ്റ്റർ സാർ ഒന്ന് മാറ്റി. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ? ചെറിയ ചാപ്റ്റർ ആണ്. സ്മോൾ കുഞ്ഞു മാർക്ക് തന്നെയാണ്. എത്രയാണ്? നമ്മളെ 3 മാർക്ക് അല്ലെ? 3 മാർക്കിന് ചോദിച്ചു. അടുത്ത നമ്മുടെ രാജാവ് റേ ഒപ്റ്റിക്സ് എത്രയാണ്? 10 മാർക്കിനാണ് മക്കളെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ട, ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, റേ ഒപ്റ്റിക്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചോളാം. അടുത്ത നമ്മുടെ വേവ് ഒപ്റ്റിക്സ് എത്രയാണുള്ളത്? 5 മാർക്ക് പഠിച്ചു ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 1, 2, 3, 4 ചാപ്റ്ററുകളിൽ നിന്നും 3 വീതം മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനും ആറ്റംസ് ന്യൂക്ലിയർ ആൻഡ് സെമി കണ്ടക്ടേഴ്സിൽ നിന്നാണ്. ഓരോന്നിൽ നിന്നും 3. അങ്ങനെയാണ്. ഡ്യുവൽ നേച്ചർ 3, ആറ്റംസ് 3, ന്യൂക്ലിയർ 3, സെമി കണ്ടക്ടർ. എല്ലാത്തിൽ നിന്നും 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മോഡൽ എക്സാമിന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. സോ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. സോ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങട്ടെ. സോ വീണ്ടും കാണാം. ബൈ.